ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്ത് സുമറിലെ ആദ്യത്തെ 5 ആയത്താണ് നമ്മൾ അർത്ഥസഹിതം കാണാതെ പഠിച്ചത്. അതിന് വിശദീകരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. ആദ്യം മുതലൊന്ന് കാണാതെ ഒന്ന് ഒരുമിച്ച് ഓതുക. ആദ്യം മുതൽ കേട്ടോ, ഒരുമിച്ച് കാണാതെ ഓതുക. കാണാതെ ഓതാൻ വേണ്ടി നോക്കുക, ഖുറാൻ മറച്ചോളൂ. കാണാതെ ഓതാൻ വേണ്ടി ശ്രമിക്കുക. കിട്ടാത്തത് ഖുറാനിൽ നോക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تنزيل الكتاب من الله العزيز الحكيم إنا أنزلنا إليك الكتاب بالحق فاعبد الله مخلصا له الدين ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار لو أراد الله أن يتخذ ولدا لاصطفى مما يخلق ما يشاء سبحانه هو الله الواحد القهار خلق السماوات والأرض بالحق يكور الليل على النهار ويكور النهار على الليل وسخر الشمس والقمر كل يجري لأجل مسمى ألا هو العزيز الغفار خلق السماوات والأرض بالحق. എന്താർത്ഥം പറഞ്ഞേ? ഖലഖ സൃഷ്ടിച്ചു, സമാവാത്ത് ആകാശങ്ങൾ, വൽ അർള ഭൂമിയെയും, ബിൽ ഹക്കി സത്യപ്രകാരം യാഥാർത്ഥ്യവുമായി കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മുറ പോലെ ആകാശങ്ങളെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. എങ്ങനെയാണോ ആകാശങ്ങളെ സൃഷ്ടിക്കേണ്ടത്, ഭൂമിയെ സൃഷ്ടിക്കേണ്ടത്, അത് പ്രകാരം സൃഷ്ടിച്ചിട്ടുണ്ട്. ആകാശത്തിനും ഭൂമിക്കും നൽകേണ്ട ദൗത്യം എന്താണോ അത് നൽകിയിട്ടുണ്ട്. ആ ഹക്ക് എന്താണ് എന്ന് നിരവധി ആയത്തുകളിലൂടെ നമ്മൾ പറഞ്ഞു, അല്ലേ? ആയത്തുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ഹക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്? ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹക്കി, കിതാബ് ഹക്കായി ഇറക്കി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അത് നമ്മൾ പഠിച്ചു. അതേപോലെ ഖലഖ സമാവാതി വൽ അർള ബിൽ ഹക്കി, ആകാശഭൂമികളെ ഹക്കായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് ഹക്ക്? അതിനെ ഖുർആൻ തന്നെയാണ് വിവിധ സ്ഥലങ്ങളിൽ വിശദീകരിക്കുന്നത്. നിരവധി ആയത്തുകൾ നമ്മൾ അതിലേക്ക് ചേർത്ത് പറഞ്ഞു. പിന്നെ യുക്കവ്വിറുൽ ലൈല അലൻ നഹാരി വ യുക്കവ്വിറുൻ നഹാറ അലൽ ലൈൽ, തക്വീർ, കവ്വറ യുക്കവ്വിർ തക്വീർ, തക്വീറുൽ ലൈൽ അലൻ നഹാർ വ തക്വീറുൻ നഹാർ അലൽ ലൈൽ. രാത്രിയെ പകലിനു മേലും പകലിനെ രാത്രിക്കുമേലും അവൻ പൊതിയുന്നു. വസഖറ ശംസ വൽ ഖമർ, തക്വീർ പോലെ തസ്ഖീറും എന്താണ്? സഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അവൻ നിയന്ത്രണ വിധേയമാക്കി. സഖറ ശംസ വൽ ഖമർ. പിന്നെ എന്താണ് സഖറ ശംസ വൽ ഖമർ കൊണ്ട് ഉദ്ദേശിച്ചത്? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല ഏതൊക്കെ കാര്യങ്ങളെയാണ് സഖറ യുസഖിർ തസ്ഖീർ എന്ന് പരിചയപ്പെടുത്തിയത്, ആ വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുല്ലുൻ, ഇവയെല്ലാം, രാവും പകലും ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശവും ഭൂമിയും എല്ലാം, കുല്ലുൻ യജിരി, എല്ലാം സഞ്ചരിക്കുന്നു. ജറാ യജിരി എന്നാൽ സഞ്ചരിക്കുന്നു. എന്തിനു വേണ്ടി? ലി അജലിൻ, ലി അജലിൻ, ഒരു അവധിക്കായി സഞ്ചരിക്കുകയാണ്. മുസമ്മാ, പേര് വെക്കപ്പെട്ട, അതായത് നിശ്ചിതമായ നിർണയിക്കപ്പെട്ട ഒരു അവധിക്കായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പകല് അവസാനിക്കാൻ പോകുന്നു, രാത്രി ആരംഭിക്കാൻ പോകുന്നു. ഈ രാവിൻ്റെ സഞ്ചാരം, പകലിൻ്റെ സഞ്ചാരം, സൂര്യൻ്റെ ചന്ദ്രൻ്റെ എല്ലാ വസ്തുക്കളുടെയും സഞ്ചാരം ഒരു അവധിക്ക് വേണ്ടി.
എല്ലാത്തിനും നിശ്ചയിക്കപ്പെട്ട ഒരു അവധിൻ്റെ ആ അവധിക്ക് വേണ്ടിയാണ്. അല അറിയുക, ഹുവ അവനാണ്, അൽ അസീസ് പ്രതാപശാലി, അൽ ഗഫാർ ഏറെ പൊറുക്കുന്നവൻ. അപ്പോൾ ഏറെ പൊറുക്കുന്നവനാണ് അള്ളാഹു എന്ന ഒരു പരാമർശത്തോടു കൂടി അവസാനിക്കുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഈ ആകാശഭൂമികളൊക്കെ അജലിന് വേണ്ടി സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളും. മനസ്സിലല്ലേ? ആകാശഭൂമികളും അതിനിടയിലുള്ള വസ്തുക്കളുടെ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളും. അപ്പോൾ നമ്മുടെ സഞ്ചാരവും എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു അവധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സൂര്യനും ചന്ദ്രനും ഒരുപാട് തലമുറകൾക്ക് സാക്ഷ്യം വഹിച്ച് നിൽക്കുകയാണ്. ഇനിയും കുറേ കാലം ഒരു പക്ഷേ സൂര്യനും ചന്ദ്രനും ഉണ്ടാകാം. പക്ഷേ അതിനിടക്ക് ഒരുപാട് തലമുറകളിലൂടെ മനുഷ്യന്മാർ ഒരുപാട് ജനിച്ചു വളർന്നു, അവിടെ അവധി വന്നു, അവർ മരിച്ചുപോയി. ഇപ്പോൾ നമ്മളിവിടെ ജീവിക്കുകയാണ്, നമ്മുടെ കാലമാണ്. ഇനി നമുക്കൊരു അജലുണ്ട്, ആ അജലെത്തിയാൽ നമ്മളും പോകും, പിന്നെ വേറെ തിരിച്ചു വരും. അപ്പം അതുകൊണ്ട് ഗഫാറാണ് അള്ളാഹു, ഏറെ പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് പൊറുക്കലിനെ തേടുക, റബ്ബിനോട് പൊറുക്കലിനെ തേടുക, പാപങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുക, വന്നുപോയി പടച്ചവനെ എന്ന ചിന്ത ഉണ്ടാവുക, ആ റബ്ബിനോട് ഏറ്റു പറയുക. ഇതാണ് ലി അജലിൻ മുസമ്മ. അത് എപ്പോൾ എങ്ങനെയെന്ന് അറിയില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളെ കൊണ്ടോട്ടിയിലെ വീരാൻകുട്ടി ഡോക്ടറുടെ മകന് ക്ലിനിക്കിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചത്. ആ ഒരു അവസ്ഥകളെന്ന് ആലോചിച്ച് നോക്കി. ഡോക്ടറെ രോഗിനെ പരിശോധിച്ചു കൊണ്ടിരിക്കുക, സ്റ്റെതസ്കോപ്പ് വെച്ച് മുന്നിലിരിക്കുന്ന രോഗിയുടെ ഹൃദയമിടിപ്പ് പരിശോധിക്കുകയാണ്. ആലോചിക്കണം, നമ്മൾ മുന്നിലിരിക്കുന്ന രോഗിയുടെ ഹൃദയമിടിപ്പ് പരിശോധിക്കുന്ന ഡോക്ടർ ഹൃദയമാണ് നിൽക്കുന്നത്. അതാണ് സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കുകയാണ്. ആ രോഗിൻ്റെ ഹൃദയമിടിപ്പ് പരിശോധിക്കുന്ന ഡോക്ടർ നേരെ പിന്നോട്ട് മറിഞ്ഞു വീഴുകയാണ്, അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് ലോകം, ജീവിതം എന്ന് പറഞ്ഞാൽ അത് അത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അലാഹുവൽ അസീസുൽ ഗഫാർ, അസീസ് അള്ളാഹുവാണ്. അസീസ് അള്ളാഹുവിൻ്റെ പ്രതാപം, ആ പ്രതാപത്തോളം നമ്മൾ എത്ര വലിയവരാണെങ്കിലും അള്ളാഹിൻ്റെ പ്രതാപത്തിലേക്ക് നമ്മൾ എത്തൂല. എല്ലാവരോടുമുള്ള ഏത് മനുഷ്യനാവട്ടെ, ഏത് രാജാവാകട്ടെ, എത്ര ഉന്നത അവസ്ഥയിലുള്ളവനാകട്ടെ, എല്ലാവരോടും പറയണം, നിങ്ങൾ ഏത് പ്രതാപത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലും പ്രതാപി അള്ളയാണ്. അള്ളാഹിൻ്റെ പ്രതാപത്തിലേക്ക് ഒരാൾക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് അൽ അസീസുൽ ഗഫാർ വളരെ വലിയൊരു ആശയം ഉൾക്കൊള്ളുന്ന, ഈ അജലൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വിശദീകരിച്ചതാണ്. വളരെ വലിയൊരു ആശയം ഉൾക്കൊള്ളുന്ന ഒരു ആയത്താണ് നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില വളരെ നമ്മുടെ അസ്തിത്വം എങ്ങനെയാണ്, ഭൂമിയെ മനുഷ്യന് വേണ്ടി പടച്ചു, എങ്ങനെ പഠിച്ച ഹക്കിൻ്റെ ഭാഗം എന്തൊക്കെയെന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു. അതിലേക്ക് മനുഷ്യരായ നമ്മെ പടച്ചോൻ പടക്കുകയാണ്. ആ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ് ഇനി പറയാൻ പോകുന്ന ആയത്ത് അതുമായി ബന്ധപ്പെട്ടത്. അപ്പം ഖുർആനിൽ നോക്കുക. ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഓതട്ടെ. 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 ഇവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹലക്കും എന്ന ഈ മീമും മിന്നുള്ള രണ്ടും കൂടി ഒന്നാക്കണം, ഒരൊറ്റ മീമാക്കണം. ഒരു മീമിനെ മറ്റേ മീമിലേക്ക് ചേർത്തിട്ട് അവിടെ ഉന്നത്ത് കൊടുക്കുക. ഹലക്കും എന്താണ്? ഹലക്കും മിൻ. അതുപോലെ ഈ രണ്ട് നൂനിനെ ഒന്നാക്കണം. ഈ രണ്ട് നൂനിനെയും ഈ രണ്ട് മീമിനെയും ഒന്നാക്കി ഓതണം. ഹലക്കും മിൻ നഫ്സിൻ വാഹിദ. ഒന്നും കൂടി. നഫ്സ് എന്നുള്ള തൻവീനിന് ശേഷം വാവാണ്. വാവ് ഇദ്ഗാമിൻ്റെ അക്ഷരമാണ്. അപ്പം നഫ്സിൻ എന്ന് പറയാൻ പാടില്ല. തൻവീനിന് ഒരു നൂനുണ്ടാവില്ല, നൂന് വരാൻ പാടില്ല. നഫ്സി എന്ന് പറഞ്ഞാൽ മതി. ബാക്കിലിനെ വാവിലേക്ക് ചേർക്കുക, എന്നിട്ട് ഉന്നത്ത് കൊടുക്കുക. നഫ്സിൻ വാഹിദ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. കാണാതെ ആ ഒന്നും കൂടി. അവിടെ നിർത്തുന്നത് നമ്മൾ നിർത്തേണ്ട സ്ഥലമല്ല, നിർത്തുന്നത് നമ്മൾ കാണാൻ പഠിക്കാനുള്ള സൗകര്യത്തിനാണ്. ഒന്നും കൂടി. കാണാതെ
വാഹിദത്തിൻ സുമ്മ ജഅല മിൻഹാ സൗജഹാ. എന്നിട്ട് വാഹിദത്തി എന്നുള്ള തൻവീനിന് ശേഷം ഇവിടെ വന്നത് സായാണ്. അപ്പോൾ സാ എന്ന അക്ഷരം വന്നാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇഖ്ഫ ആണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ തൻവീനിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഉച്ചരിക്കാൻ പാടില്ല, അവിടെ സൈലൻ്റ് ആണ്. വാഹിദത്തൻ, വാഹിദത്തിൻ, വാഹിദത്തുൻ. തൻവീന് പറയുമ്പോൾ ഒരു നൂനുണ്ടാവും അല്ലേ. ഇവിടെ വാഹിദത്തിൻ എന്ന് പറയാൻ പാടില്ല, മറിച്ച് ആ വാഹിദത്തി പറഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുമല്ല, ഇവിടുത്തെ പോലല്ല. വാഹിദത്തിയോ സുമ്മ, അങ്ങനെയാണ്. വാഹിദത്തിയോ സുമ്മ. തൻവീനിൻ്റെ ഒരു നൂന് എവിടുന്നാ വരിക ശരിക്ക്? നൂന് നമ്മളെ മേലെ പല്ലും നാവിൻ്റെ അറ്റുമല്ലേ, അവിടെ തട്ടരുത്. ഇവിടെ ഓതുമ്പോൾ അവിടെ തട്ടരുത്. രണ്ട്, നമ്മുടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നാവ് തൊള്ളിയിൽ ഫ്രീ ആയിട്ട് നിൽക്കുക. ഇത് പറയുമ്പോൾ നാവ് തൊള്ളിയിൽ ഫ്രീ ആയിട്ട് നിന്നാൽ മതി. വാഹിദത്തിയോ സുമ്മ. അപ്പോൾ ആ ഒരു ഓത്ത് കിട്ടും. നാവ് ഇങ്ങനെ എന്ത് ചെയ്യുക, എവിടെയും തട്ടാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് തൊള്ളിയിൽ നിൽക്കുക. വാഹിദത്തിയോ സുമ്മ. വാഹിദത്തിൻ സുമ്മ എന്നല്ല, വാഹിദത്തിയെ പറയുള്ളൂ, വാഹിദത്തിയെ പറയുള്ളൂ. പിന്നെ ബാക്കി അവിടെ മണിക്കാണ്. വാഹിദത്തിൻ എന്ന് വ്യക്തമായിട്ട് പറയാൻ പാടില്ല, സൈലൻ്റ് ആക്കണം. വാഹിദത്തിയോ സുമ്മ. നമ്മളെ എപ്പോഴും ഞാൻ പറഞ്ഞത്, നമ്മൾ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വെച്ചാൽ അങ്ങനെയാണ് പഠിക്കേണ്ടത്. കാരണം ജിബ്രീൽ നബിക്ക് അങ്ങനെയാണ് ഓതി കൊടുത്തത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം. കുറച്ച് പ്രയാസപ്പെട്ടാണെങ്കിലും വെറുതെ ഇങ്ങനെ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ സുമ്മ അങ്ങനെ പറഞ്ഞാൽ പോരാ. ഇങ്ങനെ പറഞ്ഞാൽ പോലെ ഖുർആനാണ്. ഖുർആനിൻ്റെ അതേ എങ്ങനെയാണോ ഖുർആൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് ഓതി കൊടുത്തത് അതങ്ങനെ തന്നെ ഓതണം. ഖുർആനിൻ്റെ പാരായണം വേറെ തന്നെയാണ്. മനസ്സിലാണല്ലോ പറഞ്ഞത്. ഒരു കവിത ആണെങ്കിൽ ആ കവിത നമുക്ക് എന്ത് ചെയ്യാം, കവിത കൊണ്ട് വായിക്കാം, കവിതമാര് ചൊല്ലും ചെയ്യുക ഒക്കെ ചെയ്യാം. പക്ഷെ ഖുർആൻ അങ്ങനെ വായിക്കലല്ല. അത് അങ്ങനെ തന്നെ അതിൻ്റെ ആ ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ ഖിറാഅത്തുൽ ഖുർആൻ അങ്ങനെ തന്നെ പോകണം. ഒന്നും കൂടി ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ നഫ്സിൻ വാഹിദത്തിൻ സുമ്മ ജഅല. അങ്ങനെയാണ്. വാഹിദത്തിൻ സുമ്മ ജഅല സുമ്മ ജഅല മിൻഹാ സൗജഹാ. മിൻഹ എന്നുള്ളടത്ത് വ്യക്താക്കണം സുക്കൂനുള്ള നൂന്. കാരണം ശേഷം ഹ ആണ്. ഹ ഇൽഹാറിൻ്റെ അക്ഷരമാണ്. നൂന് വ്യക്താക്കേണ്ട സ്ഥലം. മിൻഹാ സൗജഹാ സുമ്മ ജഅല മിൻഹാ സൗജഹാ. തലക്കന്ന് ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഒന്നും കൂടി ഒന്നും കൂടി ഒന്നും കൂടി കാണാതെ ഒന്നും കൂടി ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ സും. കാണാതെ നമ്മൾ ഈ പഠിച്ച 5 ആയത്ത്, ആ 5 ആയത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ 5 ആയത്തിൽ ഏത് ആയത്താണോ നിങ്ങൾ കാണാതെ പഠിച്ചത്, ഹൃദയത്തിലുള്ളത്, ആ ആയത്തിൻ്റെ അർത്ഥമേ നിങ്ങൾക്ക് നോക്കാതെ പറയാൻ കഴിയുള്ളൂ. അതിനർത്ഥം കിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണത്. അപ്പം ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം, ആ ആയത്ത് കാണാതെ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് വലിയൊരു ഹൈറാണ്, ഒരു ആയത്ത് കാണാതെ പഠിക്കുക എന്നുള്ളത്. അത് പറ്റൂല എന്നായി നമ്മൾ വിചാരിച്ച് വെക്കരുത്. ഞാനത് പഠിച്ചാലും മറന്നു പോകും, എന്നെക്കൊണ്ടത് സാധിക്കില്ല, അങ്ങനെ ഒരു ധാരണ ആദ്യം വരരുത്. പറ്റും എന്നുള്ളൊരു നല്ലൊരു ആത്മവിശ്വാസം വേണം. അങ്ങനെ ഖുർആനാണ്, അള്ളാഹിൻ്റെ ഒരു സഹായം കൂടി അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കാതെ പെട്ടെന്ന് നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റും. നമ്മൾ പരിശ്രമിക്കാതിരിക്കാൻ പാടില്ല. ഒന്നും കൂടി ഖലഖകും
മിൻ നഫ്സിൻ കാണാതെ ആ وأنزل لكم من الأنعام ثمانية أزواج ഒന്നുകൂടി ആ ഒന്നുകൂടി ആ ഒന്നുകൂടി ആ ഒന്നുകൂടി ആ കാണാതെ ആ മായ്ച്ചാ പോകാത്ത പെണ്ണ് കൊടുന്ന് ചനിയുടെ ഇത് പോവില്ല. സാധാരണ പെണ്ണാച്ചിട്ട് ഞാൻ എഴുതിയത് അത് മായ്ച്ചാൽ പോലത് ഈ പെണ്ണ്. വേറെ പെണ്ണിവിടെ ഉണ്ട്, ഞാൻ എന്നല്ല ഈ പെണ്ണിവിടെ കുറഞ്ഞപ്പോളേ അത് പോവില്ല, മായ്ച്ചാൽ പോലത്. വെള്ളം കൊണ്ട് പോകും തോന്നണില്ല. ശരി, അപ്പോൾ നമ്മൾ ഇത്ര പഠിക്കണുള്ളൂ ഇന്ന്. ഈ ആയത്ത് ഇത്ര പഠിക്കണുള്ളൂ. ഈ ആയത്ത് വലിയ ആയത്താണ്. അപ്പോൾ നമ്മൾ ഇത്ര ഈ വളരെ കുറച്ച് നമുക്ക് അത് മതി. ഒരു കഷ്ണാണെങ്കിൽ ഒരു കഷ്ണ ഹൃദയത്തിൽ ഉണ്ടാവണം, കാണാതെ നമ്മളെ മനസ്സിലത് വേണം. ഇന്ന് ഇത്രയാണ് പഠിക്കണത്, ഈ ഒരു ഭാഗമേ പഠിക്കണുള്ളൂ. പോല ആ ശരി, അവിടെ നിൽക്കട്ടെ. അത് ഇൻഷാ അല്ലാഹ് നമുക്കെന്താ പണി ചെയ്യാം, ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്നും കൂടി ഓതട്ടെ നിലക്കുന്ന. ആ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ ثم جعل منها زوجها وأنزل لكم من الأنعام ثمان. ഒന്നുകൂടി ആ ഒന്നുകൂടി ആ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ ثم جعل منها زوجها وأنزل لكم من الأنعام ثمانية أزواج. ഒന്നുകൂടി ആ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ ثم جعل منها زوجها وأنزل لكم من الأنعام ثمانية. ഒന്നുകൂടി ആ ഇത് കാണാതെ മനസ്സിലൊന്ന് ഓതിക്കട്ടെ പതുക്കെ. ശബ്ദം വേണ്ട, മനസ്സിൽ ഓതി വെക്കുക. കിട്ടാത്ത ഉണ്ടെങ്കിലൊന്ന് പഠിക്കാനാണ്, 2 മിനിറ്റ് പഠിക്കുക, മനസ്സിലൊന്ന് ഓതി വെക്കി പഠിക്കുക.
ഓതട്ടെ. ആ, ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ ثم جعل منها زوجها وأنزل لكم من الأنعام ഒന്നും കൂടിയാ خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام ഒന്നും കൂടി കാണാതെ خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام. ഇവിടെ അൻസല നമ്മൾ പിന്നെ ഇവിടെ ഞാൻ പറയാത്തത് നമ്മൾ പണ്ട് പഠിച്ചതാണ്. തൻസീൽ പറഞ്ഞപ്പം സാക്കിനായ നൂന് ശേഷം സായി വന്നാൽ ഇവിടെ ഇഖ്ഫാണ്, വ്യക്താക്കാൻ പാടില്ല. വഅൻസല അങ്ങനെയാണ്. വഅൻസല ലക്കും ഈ രണ്ട് മീമും ഒരുമിക്കണം, നേരത്തെ അവിടെ പറഞ്ഞ പോലെ. വഅൻസല ലക്കും മിനൽ അൻആമി ഇവിടെ വ്യക്താക്കണം. കാരണം സാക്കിനായ ഐന് ഇൽഹാറിൻ്റെ അക്ഷരമാണ്. ഐന് ഹാ ഒക്കെ ഇൽഹാറിൻ്റെ അക്ഷരമാണ് എന്ന് പറഞ്ഞാൽ വ്യക്താക്കണം. ഇൽഹാറിനെ വ്യക്താക്കുക. എന്തിനെ വ്യക്താക്കുക? നൂനിനെ. അത് സാക്കിനായ നൂനിനെയും അതുപോലെ തൻവീനിനെയും എങ്ങനെ ഓതണം, അതാണ് നിയമം. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ വേറൊന്നും മനസ്സിലാവില്ല. സുക്കൂനുള്ള നൂന് ഖുർആനിൽ സാക്കിനായ നൂൻ, അതായത് സുക്കൂനുള്ള നൂനും പിന്നെ തൻവീന് അൻ ഇൻ എന്ന് പറഞ്ഞ ഏതക്ഷരത്തിൻ്റെ മേലെ അത് എങ്ങനെ ഓതണം എന്ന നിയമമാണ്. അതിനെങ്ങനെ ഉച്ചരിക്കണം എന്ന് വേറല്ല. അത് ഉച്ചരിക്കാൻ പാടില്ലാത്തത് ചേർക്കേണ്ടത് എങ്ങനെ മനസ്സിലാകും? അതിന് ശേഷം വരുന്ന അക്ഷരം നോക്കിയിട്ട്. അപ്പം ഇവിടെ ഇതിന് ശേഷം വന്നത് ഐനാണ്. അപ്പോൾ ഐന് ഉദാഹരണ അക്ഷരമാണ്. നൂന് വ്യക്താക്കണം. ഇവിടെ നൂന് സായാണ്, വ്യക്താക്കാൻ പാടില്ല, അവ്യക്തമാക്കണം. ഇവിടെ വ്യക്തമാക്കണം, കാരണം ഹാ ആണ്. അപ്പോൾ ഹാവും ഐനും വ്യക്താക്കേണ്ടതാണെന്ന് മനസ്സിലാക്കുക. തൻവീനിൻ്റെ സാക്കിനായ നൂനിൻ്റെ ശേഷം ഐനും ഹാവും വന്നാൽ നൂന് വ്യക്താക്കിയിട്ട് ഓതണം. മനസ്സിലായി പറഞ്ഞത്? സായി നമ്മൾ ആദ്യമേ പഠിച്ചതാണ്. സായി വന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല? വ്യക്താക്കാൻ പാടില്ല. വഅൻസല ലക്കും ഇങ്ങനെയാണ്. വഅൻസല ലക്കും മിനൽ അൻആമി നൂന് വ്യക്താക്കണം. മിനൽ അൻആമി ثمانية أزواج ഒന്നും കൂടി. خلقكم من نفس جعل منها زوجها وأنزل لكم من الأنعام കാണാതല്ലേ ഓതിയത്? കാണാതല്ലേ? ഒന്നുകൂടി. وأنزل لكم من الأنعام وأنزل لكم من الأنعام ഒന്നും കൂടിയാ. وأنزل لكم من الأنعام ثمانية أزواج. നമ്മളത് കാണാതെ പഠിക്കുമ്പോൾ കാണാതെ പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ പാലിക്കേണ്ട, ഖുർആനൊക്കെ ഹിഫ്ളാക്കുമ്പം പിന്നെ നിർബന്ധമായിട്ടും അതിന് ചില ഷർത്തുണ്ട്. ഷർത്ത് എന്ന് പറഞ്ഞാൽ നിബന്ധന എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ഹൃദയം എന്തായിരിക്കണം? ശൂന്യമാകണം. അതല്ലേ? ഖുർആന് കാണാതെ പഠിക്കുന്ന കുട്ടികളെ പിന്നെ ആ സമയത്ത് വേറൊന്നും പഠിപ്പിക്കില്ല. ഖുർആൻ ഹിഫ്ളാക്കുന്ന കുട്ടികൾക്ക് ഖുർആൻ മാത്രമേ കൊടുക്കുള്ളൂ ഖുർആൻ ഹിഫ്ളാക്കുന്ന സമയത്ത്. പിന്നെ ഖുർആൻ ഹിഫ്ളും പിന്നെ സ്കൂളിലതും മദ്രസകളിലും എല്ലാം കൂടി കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് വലിയ ഭാരമാകും. ഒരു 6 മാസം കൊണ്ട് ഖുർആൻ ഹിഫ്ളാക്കുന്ന കുട്ടികൾ ചിലപ്പോൾ 3 കൊല്ലം 4 കൊല്ലമൊക്കെ ആവേണ്ടി വരും. മനസ്സിലായില്ലേ? ആവാം, പക്ഷേ വളരെ സാവകാശം അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിലും പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ കാണാതെ പഠിക്കുന്ന സമയത്ത് പിന്നെ വേറൊന്നും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ എല്ലാ പരിപാടി ഒഴിവാക്കണം എന്നല്ല പറഞ്ഞത്. നമ്മളെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരുപാട് കണക്കുകളും കണക്കുകൂട്ടലുകളും ഒരുപാട് കിഴിക്കലും ഹരിക്കലും ഒക്കെ ഉള്ള സ്വാഭാവികമായിട്ടും കച്ചവടക്കാരൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ ഖുർആൻ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ബാക്കിയുള്ള എല്ലാ നിസ്കരിക്കുമ്പോൾ നമ്മളൊക്കെ മാറ്റി വെക്കുമല്ലോ, അല്ല അങ്ങനെ അല്ലേ? നിസ്കരിക്കുമ്പോൾ എന്താ വേണ്ടത്? നിസ്കരിക്കുമ്പോൾ എല്ലാം മാറ്റി വെക്കണം. ഒന്നും അങ്ങനല്ലേ? അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. വളരെ ഗൗരവമുള്ള സംഗതി എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. കാരണം എന്താ പറയുക? ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിയ്യത്ത് ഫർള് പോയാൽ നിസ്കാരം ബാത്തിലാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഫർള് പോയാൽ അല്ലേ? നിസ്കാരത്തിൻ്റെ ഫർള് പോയാൽ ഫർള് ഷർത്തൊക്കെ എന്തിനാണ് പഠിക്കണേ?
എന്തിനുള്ള ഷർത്താ? നിസ്കാരത്തിൻ്റെ ഷർത്ത് പറഞ്ഞാൽ എന്താ? അതെ, എന്താണ് സംഭവം? നിസ്കാരം അള്ളാഹു കബൂൾ ചെയ്യാനുള്ള ഷർത്താണ്. നിസ്കാരം അള്ളാഹു കബൂൾ ചെയ്യാനുള്ള ഷർത്താണ്. വുളു ചെയ്യണം. വുളു ഉണ്ടാക്കാൻ നിസ്കരിച്ചാൽ വെറുതെ കുമ്പിട്ടതാണ്. സമയാവണം. സമയാതെ നിസ്കരിക്കാൻ പറ്റൂല. മനസ്സിലാ പറഞ്ഞ്? എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് നിസ്കരിക്കാൻ കിബിലക്ക് നേരെ തിരിയണം. ശരീരത്തിലും വസ്ത്രത്തിലും നജസ് ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. ഇതിൽ 4 ഉണ്ട്, ഒന്നില്ലെങ്കിലോ പറ്റുമോ? ഇല്ല. 4 അല്ലെങ്കിൽ 5 നിർബന്ധമാണ്. മനസ്സിലാ പറഞ്ഞത്? അപ്പോൾ ഏതെങ്കിലും ഒന്ന് പോയാൽ നിസ്കാരം പോയി. ഫർള് 14. ഒന്നാമത്തെ ഫർള് എന്താ? ഫർള് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലുള്ള കാര്യങ്ങളാണ്. ഷർത്ത് നിസ്കരിക്കുന്ന മുമ്പ് ഉണ്ടാകേണ്ട നിബന്ധനകളാണ് ഷർത്ത്. ഫർള് പറഞ്ഞ നിസ്കാരത്തിൽ നിർബന്ധമായ കാര്യങ്ങളാണ്. അതിലേതെങ്കിലും ഒന്ന് പോയാൽ നിസ്കാരം പോകും. ഇപ്പോൾ ഒരാൾ റുക്കൂ ചെയ്തില്ല, നിസ്കാരം സ്വീകരിക്കൂല. ഒരു സുജൂദ ചെയ്തുള്ളൂ, നിസ്കാരം സ്വീകരിക്കൂല. മനസ്സിലാണ് പറഞ്ഞത്? ഫർള് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഒന്നാമത്തെ ഫർള് എന്താ? ഒന്നാമത്തെ ഫർള് നിയ്യത്ത്. അത് ഏതുവരെ വേണം? എന്താ നിയ്യത്ത്? നിയ്യത്തിന് സ്ഥാനം എവിടെ? നിയ്യത്ത് എവിടെയാണ്? ഹൃദയത്തിലാണ്. അപ്പോൾ എന്താണ് നിയ്യത്ത്? പടച്ചവനെ, നിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ നിസ്കരിക്കുകയാണ്, ളുഹറാണ് അല്ലെങ്കിൽ അസറാണ്, ഇതാണ് നിയ്യത്ത് അല്ലേ? റബ്ബിൻ്റെ ആ ഒരു ചിന്ത മാത്രമാണ് നിയ്യത്ത്. അത് മാത്രമാക്കല നിയ്യത്ത് പറഞ്ഞാൽ. ചിന്ത മാത്രം. മുഖ്ലിസീന ലഹുദ്ദീൻ പഠിച്ച ഓർമ്മല്ലേ? മുഖ്ലിസീന ലഹുദ്ദീൻ ഓർമ്മണ്ട? കീഴ്വണക്കം അവന് മാത്രം അന്നേരം വേറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ മനസ്സിലേക്കൊരു ചിന്ത വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? നിയ്യത്ത് മുറിഞ്ഞു. ഫർള് പോയി. ഫർള് പോയാൽ നിസ്കാരം പോയി. അല്ല, അത് ആരെ തിരക്കടാ? ആരാണ് കുറ്റക്കാരൻ? ആരാ? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? അവിടെയാണ്. അപ്പം വരാൻ പാടില്ല. അപ്പം നിസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ബാക്കിയുള്ള ചിന്തകളൊക്കെ മാറ്റി വെക്കണം. ഒരു 5 മിനിറ്റ് സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് സമയത്തേക്ക് നിസ്കാരം മാത്രം. അപ്പോൾ നമ്മൾ ചിന്ത നിസ്കാരത്തിൽ നിന്ന് മനസ്സ് മാറണത് അതിനോടുള്ള ആ ഇഖ്ലാസ് ഖുശൂ നഷ്ടപ്പെടുമ്പോഴാണ്. നമസ്കാരത്തിലേക്കുള്ള ഇഖ്ലാസും ഖുശൂവും നഷ്ടപ്പെടുമ്പോഴാണ് എന്ത് വരിക? മനസ്സിലാണ് പറഞ്ഞത്? നിസ്കരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഉളൊക്കെ ഉണ്ടാക്കി വന്ന് പടച്ചവനെ മുന്നേ നിൽക്കുന്നത് ശരിക്കും ആ ഒരു ഭക്തിയോട് കൂടി നമ്മൾ ഹൃദയത്തിന് മേലെ കൈവച്ച് അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖത്തായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. നമ്മൾ വജ്ജഹത്തു ഒതുമല്ല, വജ്ജഹത്തു വജിഹിയലില്ലത് മാത്രമല്ല, ഇതും വജ്ജഹത്തുമാണ്. മനസ്സിലല്ലേ? ഇതാണ് ഫർള് നിസ്കാരത്തിൽ ചെല്ലേണ്ടത്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖത്തായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ. പടച്ചവനെ, എന്നെയും എൻ്റെ പാപത്തെയും അകറ്റി പടച്ചവനെ. കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. മശ്രിഖിനെ മഗ്രിബിനെ അകറ്റിയ പോലെ. കിഴക്കും പടിഞ്ഞാറും എത്ര അകലെ? കിഴക്കും പടിഞ്ഞാറത്തിന് അകറ്റിയ പോലെ എന്നിൽ നിന്ന് എൻ്റെ പാപത്തെ അകറ്റി പടച്ചവനെ. ബാക്കി എന്താ? മയ്യത്ത് നിസ്കാരത്തിലുള്ള പ്രാർത്ഥന പിന്നെ വരണേ. എന്നെ കഴുകി വൃത്തിയാക്കി പടച്ചവനെ. വെള്ള വസ്ത്രത്തിൽ നിന്ന് അഴുക്ക് വൃത്തിയാക്കുന്ന പോലെ എന്നെ കഴുകി വൃത്തിയാക്കി പടച്ചവനെ എന്ന് പറഞ്ഞിട്ടാണ് നിസ്കരിക്കാൻ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ ഫാത്തിഹ ഓതണം. ഫാത്തിഹ അള്ളാഹുമായുള്ള മുനാജാത്ത. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അതിന് മറുപടി അള്ളാഹ് പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹ് അതിന് മറുപടി പറയുന്നുണ്ട്. അർ-റഹ്മാൻ റഹീം എന്ന് പറയുമ്പോൾ അള്ളാഹ് മറുപടി പറയുന്നുണ്ട്. വലല്ലാലീൻ വരെ, വലല്ലാലീൻ. അപ്പം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ അള്ളാഹ് പറഞ്ഞ മറുപടി നമ്മുടെ ഹൃദയത്തിൽ വരികയാണ്. റഹ്മാൻ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ ഒക്കെ അള്ളാഹ് മറുപടി പറയുന്നുണ്ട്. വലല്ലാലീൻ വരെ മറുപടി. അത് ഒറ്റ സംസാരമല്ല. ഫാത്തിഹ ഒറ്റ സംസാരമല്ല, അതിന് ജവാബുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൻ്റെ ജവാബ് അള്ളാഹ് പറയണത്. അർ-റഹ്മാൻ റഹീം എന്നതിൻ്റെ ജവാബ് അള്ളാഹ് പറയണത്. വലല്ലാലീൻ വരെ ഉണ്ട്, അതിന് വരെ അള്ളാഹ് മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അത് ആ മറുപടിയെ പ്രതീക്ഷിക്കണം. പിന്നെ നമ്മൾ ഓതുന്ന സൂറത്ത്, ഏത് സൂറത്തും അൽഹാകുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ,
ഖബർ സന്ദർശിക്കുന്നത് വരെയാണ് മനുഷ്യന്മാരെ പരസ്പരമുള്ള പെരുമ നടിക്കൽ മുഴുവനുള്ളത്. ഇങ്ങനെ നമ്മൾ ഓതുന്ന ഓരോ സൂറത്തിൻ്റെ ആശയം മനസ്സിലാക്കി റുക്കൂ ചെയ്ത് സുജൂദ് ചെയ്ത് ഒരിക്കലും എന്താവൂല, മനസ്സ് മാറാൻ പാടില്ല. അപ്പം ഇന്നത്തെ അസറിൻ്റെ കഥ എന്താ, ഇന്നത്തെ ളുഹറിൻ്റെ കഥ എന്താ, ഇന്നത്തെ സുബഹിൻ്റെ കഥ എന്താ, ഓരോന്നും ആലോചിക്കുക. മനസ്സിലാണ് പറഞ്ഞത്. വെറുതെ അള്ളാഹ് ഖുർആനിൽ പറ വൈലുല്ലിൽ മുസല്ലീൻ, വെറുതെ പറഞ്ഞു നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകം. നരകത്തിൻ്റെ ഒരു വലിയ ഒരു ചെരുവാണ് വൈലെന്ന് പറഞ്ഞാൽ. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അശ്രദ്ധരായി നിസ്കരിക്കുന്നവരാണ് അവർ, അശ്രദ്ധരായി നിസ്കരിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ അതിനാണ് നമ്മൾ ഈ ഖുർആൻ ലേണിംഗ്, ഈ ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് കിട്ടേണ്ട ഗുണതാണ്. നമ്മുടെ നിസ്കാരത്തിൽ ഒരു ശ്രദ്ധ വരും. അർത്ഥം പഠിച്ച് നമ്മൾ ഓതുന്ന ആയത്തുകളിൽ, നമ്മൾ ചൊല്ലുന്ന ദിക്റുകളിൽ ഒക്കെ നമുക്ക് അതിൻ്റെ ആശയം നമുക്കറിയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അർത്ഥം അറിഞ്ഞിട്ടും കാര്യമില്ല, വേറൊന്നും അർത്ഥം അറിഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ നമ്മളൊരാൾ നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾ, പിന്നെ അയാൾ ശരിക്ക് ഇപ്പോൾ നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് ഇനി നിസ്കാരം അങ്ങനെ പറ്റൂല, നിസ്കരിക്കാൻ ആകെ 5 മിനിറ്റ് അല്ലേ, അപ്പോൾ ഇന്ന് മുതൽ ഞാൻ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അതിലേക്ക് മാത്രം, വേറെ ഒരു ചിന്തയും വരാതെ അതിലേക്ക് മാത്രം ശ്രദ്ധിക്കും എന്ന് നമ്മൾ ഉറപ്പിക്കുമ്പോൾ അതിൽ നിലനിന്ന് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ ചിന്ത ശരിയായി കിട്ടണമെങ്കിൽ, നമ്മളെ ഉദ്ദേശം ശരിയാകണമെങ്കിൽ എന്ത് വേണം? പറയണത് നമ്മൾ അറിയണം. അവിടെയാണ് ആവശ്യം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചിന്ത നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായി എന്തായി, നമുക്ക് ഇതിൻ്റെ അർത്ഥം കൂടി ആശയം കൂടി അറിയുമ്പോൾ സ്വാഭാവികമായി നമുക്ക് അവിടെ ക്രമീകരിക്കാൻ പറ്റും. അതാണ് എൻ്റെ പ്രത്യേകത. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, ഇതേപോലെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, അതേപോലെ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ എന്ത് വേണം? ആ ഖുർആൻ പഠിക്കണ സമയത്ത് ഖുർആൻ്റെ പഠനത്തിൽ എപ്പോഴും നമുക്ക് ഇസ്തിമാവ് വേണം, ശ്രദ്ധ മാറാൻ പാടില്ല, ചിന്ത മാറാൻ പാടില്ല, ഒരു നിമിഷ നേരം പോലും അശ്രദ്ധ ആകാൻ പാടില്ല. ഒക്കെ ഖുർആൻ പറഞ്ഞ കാര്യമാണ്, ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. പിന്നെ അതോടൊപ്പം നമ്മൾ കാണാതെ പഠിക്കുമ്പോൾ അതിലേക്ക് തന്നെ നമ്മൾ ബാക്കിയുള്ള ചിന്തകൾ മാറ്റി വെച്ചിട്ട് ഒരു കാലിയായ മനസ്സോടുകൂടി നമ്മൾ അതിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് പഠിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ മനപ്പാടമാക്കി അത് ഹൃദ്യസ്ഥമാക്കിയാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അത് നിലനിർത്താൻ പിന്നെ എന്ത് ചെയ്താൽ മതി? 5 നേരം നിസ്കാരത്തിൽ ഓതിയാൽ മതി. ഒരു ദിവസം 5 നേരം ഓതിയാൽ മറക്കുമോ? ഒരു ദിവസം 5 നേരം ഓതിയാൽ മറക്കുമോ? ഇല്ല, മറക്കൂല. 5 നേരം നമ്മൾ തൽക്കാലം നമുക്ക് അറിയാവുന്ന കുല്യാൽ കാഫിറൂനും മറ്റൊക്കെ ഉണ്ടല്ലോ, ആ സൂറത്തുകളൊക്കെ, അറിയുന്ന സൂറത്തുകളൊക്കെ, അത് തൽക്കാലം എന്ത് ചെയ്യുക? മാറ്റി വെച്ചിട്ട് ഈ സൂറത്തുകൾ അവിടേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഓതിയാൽ മതി ഓരോന്നും. ഇപ്പോൾ നമ്മൾ 5 ആയത്ത് പഠിച്ചു. ഈ 5 ആയത്ത് ഇങ്ങനെ ഇന്ന് പഠിക്കുന്ന ആയത്ത് ഒരു നിസ്കാരത്തിൽ, ഇപ്പം 5 നേരം നിസ്കരിക്കും, അതിൽ ഏതെങ്കിലും നിസ്കാരത്തിൽ അതൊന്ന് ഓതട്ടെ. പിന്നെ ഇങ്ങനെ ളുഹർ, അസ്ർ, മഗ്‌രിബ്, ഇശാ, സുബഹി ഉണ്ടല്ലോ. അപ്പോൾ കൂടുതൽ ഓതി നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ നമ്മളെ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിൽ ഇമാം ഓതിന് കേൾക്കാനേ പറ്റുള്ളൂ. അതിന് ശേഷം മുമ്പുള്ള റവാത്തിബ് സുന്നത്തുകളുണ്ട്. ആ റവാത്തിബ് സുന്നത്തുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമുക്ക് അത് പഠിച്ചത് നിലനിർത്താനും പറ്റും. അൽഹംദുലില്ലാഹ്, ഒക്കെ ഹൈർ തന്നെയാണ്. നമ്മളിപ്പോൾ ക്ലാസ്സിൽ വന്നു, ഒരു ക്ലാസ് നമുക്ക് നഷ്ടപ്പെട്ടു, ആ ഒരു ക്ലാസ്സിൻ്റെത് പോയി ബാക്കിയുള്ളത് കിട്ടി. മനസ്സിലായി പറഞ്ഞത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഹൃദയത്തെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് കാണാൻ പഠിക്കാം. അപ്പോൾ ശരിയോ? അപ്പോൾ ഓതട്ടെ ഒന്നും കൂടി. ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ സുമ്മ ജഅല മിൻഹാ വഅൻസല ലക്കും മിനൽ അൻആമി. ഒന്നും കൂടിയാ. നമ്മൾ കൂടുതൽ സമയം ഇതിനു വേണ്ടി എടുക്കുന്നത് അതുകൊണ്ട്, കാരണം ഇതൊക്കെ ഇവിടുന്ന് പോയാലും ഇതിങ്ങനെ നമ്മളിങ്ങനെ ചുണ്ടിലിങ്ങനെ വരും, നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിലൊക്കെ ഇതിങ്ങനെ നമ്മളെ ഹൃദയത്തിൽ ചുണ്ടിലിങ്ങനെ വരും, ആവുമ്പലിങ്ങനെ വരും. ആയത്ത് വലിയ തോഫിയൊക്കെയല്ല, അള്ളാഹിൻ്റെ കലാം നമ്മുടെ നാവിലിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരിക എന്ന് പറഞ്ഞാൽ മറ്റ് പല പാട്ടുകളും മറ്റ് പല ഈണങ്ങളും രീതികളൊക്കെ വരികളൊക്കെ വരുന്നതിന് പകരം അള്ളാഹിൻ്റെ ആയത്ത് ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അത് വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്രയെങ്കിലും ഇത് കാണാൻ പഠിക്കന്നെ വേണം. അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ സമയം നമ്മൾ അതിനു വേണ്ടി ചിലവാക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സിലാണല്ലോ പറഞ്ഞത്. അത് അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഇനിയും വരാനുള്ള ഒരു എന്തുണ്ടാവും? ഒരു താല്പര്യം ഉണ്ടാവും. കാരണം ഞാനിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ബോർഡിലാണ്ട് എഴുതി നിങ്ങൾക്ക് 2 വട്ടം ഓതി തന്നു, ഓരോ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു തന്നു,
നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി അങ്ങോട്ട് പിരിഞ്ഞു പോയി. മനസ്സിലാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു ഫലം നമുക്ക് കിട്ടൂല. അത് ഫലം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞാൽ ആ ആയത്തന്നെ നിങ്ങളെ ഹൃദയത്തിൽ ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഫലം കിട്ടും. അതുകൊണ്ടാണ് കൂടുതൽ സമയം നമ്മൾ അതിനു വേണ്ടി ചിലവാക്കുന്നത്. ഇനി മാത്രമല്ല നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഖുർആൻ നമ്മളെ കയ്യിലില്ലാതെ തന്നെ നമുക്ക് പറഞ്ഞു കൊടുത്തൂടെ ഒരാൾക്ക്? നമ്മളെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിന്, അല്ലെങ്കിൽ നമ്മളെ സ്വന്തം ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ മക്കൾക്ക് ഏറ്റവും നടന്ന് നിൽക്കുക, ഭാര്യനോട് പറയാം എനിക്ക് ഞാൻ ആയത്ത് പോയി തരാമെന്ന് പറയാം. ആരും പറഞ്ഞു നോക്കിയണ ഒരായത്ത് പോയി തരാം, ഇയാടെ നിൽക്ക്, ഞാനൊരായത്തിൻ്റെ അർത്ഥം പറഞ്ഞുതരാം, എനിക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിക്കും. അത് മാറി വരണം. ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. കാരണം അറിയാം, കുടുംബസമേതം നമ്മളിത് പഠിക്കൽ തുടങ്ങുമ്പോഴൊക്കെ മാറ്റങ്ങൾ വരും. എത്രയോ കുടുംബങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ എത്രയോ കുടുംബങ്ങളുണ്ട്. അവർ ഇരുന്നിട്ട് ഹൈഫുൾ നോക്കുന്നതും കാണാപ്പാടം നോക്കുന്നതും ഒക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ പിന്നെ ഒരു ക്ലാസ്സിൽ മറ്റേ ഇവിടെ ചെറുമുക്കിലാണോ ഇനി കളിയാട്ടമുക്ക് ഇവിടെ ഓർമ്മല്ല, ഒരു അതേമാതിരി കുടുംബ ക്ലാസ്സിൽ വരുന്ന ദമ്പതികൾ. അപ്പോൾ ഇവർ പറഞ്ഞു പിന്നെ ഞാനാണ് ബാക്കിൽ, എന്നെക്കാൾ ഉഷാറ് പെണ്ണുങ്ങളാണ്, എനിക്ക് ചില ആയത്തൊന്നും കിട്ടൂല. അപ്പോൾ അവർ പരസ്പരം ഖുർആൻ ഇങ്ങനെ ഒരാൾ ഓതും, മറ്റുള്ള അർത്ഥം പറയും. അങ്ങനെ അർത്ഥം പറഞ്ഞു ഓദിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചെങ്ങനെ ആ ഒരു റഹ്മത്ത് ഒടുക്കെത്തുക, ആ ഒരു അവസ്ഥയിലേക്ക് വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ, എല്ലാ കംപ്ലൈൻറ്റും തീരും. കല്യാണത്തിന് പോകാത്ത കംപ്ലൈൻറ്റ്, സർക്കാരിന് പറഞ്ഞേക്കാത്ത കംപ്ലൈൻറ്റ്, ടൂറിന് പോകാത്ത കംപ്ലൈൻറ്റ്, പിന്നെ ഡ്രസ്സ് വാങ്ങാത്ത കംപ്ലൈൻറ്റ്, ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഇതുകൊണ്ടാണ് തീരും. പിന്നെ അവർ തമ്മിലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലേക്കായിട്ട് മാറും. അതാണ് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമൊക്കെ അങ്ങനെയാണല്ലോ. ആയിഷ റളിയല്ലാഹു തആല ഒരിക്കലും പറയണ്ടേ, ലമ്മ റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തീബ നഫ്സിൻ, അള്ളാഹുവിൻ്റെ റസൂലിനെ ഞാനൊരു നല്ലൊരു സാധാരണ ഒരു റസൂൽ എപ്പോഴും പ്രസന്നവദൻ തന്നെയാണ്, എന്നാൽ കുറച്ചും കൂടി ഒരു ഇതായിട്ട് കണ്ടു റസൂലിനെ. അപ്പോൾ ഞാൻ പിന്നെ റസൂലിനോട് ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടു. റസൂലിനോട് ചോദിക്കാം, എന്താ ചോദിക്കണമെന്നറിയോ? അതാണ് അവിടെയാണ് പ്രശ്നം. നമ്മളെ ഭാര്യ ആയിഷ ബിയെ പറഞ്ഞേ, നമ്മളെ ഭാര്യമാർ നമ്മളെ നല്ലൊരു മൂഡിൽ കണ്ടാൽ എന്തൊക്കെയാരും ചോദിക്കുക? ഇതുവരെ ചോദിച്ചിട്ടുള്ളത് എന്താ? നല്ലൊരു മൂഡിൽ കണ്ടാൽ ചോദിക്കൽ അല്ലേ? ഒരു മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടോ? നല്ല മൂഡുണ്ടാകുമ്പോൾ ഒന്നുകിൽ അതായിരിക്കും, എന്തെങ്കിലും വസ്ത്രമോ അല്ലെങ്കിൽ ഡ്രസ്സോ ആഭരണം അതൊക്കെ ആയിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നിർബന്ധിച്ച് ശല്യപ്പെടുത്തി നമ്മൾ വാങ്ങിക്കൊടുത്തൊരു സാധനം കേടുവന്നു, അത് അങ്ങോട്ട് പിടിച്ച് തിരിച്ച് അത് പിന്നെ അടുപ്പം അത് വരാനുള്ള സാധനം അത് പിടിച്ച് തിരിച്ചാൽ കേടുന്നത്. പിന്നെ മിണ്ടിയിട്ടില്ല, കാരണം അത് അവർ ഉപയോഗിക്കണതാണ്, നമ്മളേക്കില്ല. പിന്നെ അത് പറയണം, അത് എപ്പോഴാണ് പറയാൻ നല്ലത്? നല്ലൊരു മൂടുള്ള സമയത്ത് പറയാം. അങ്ങനെയൊക്കെയാണ് വെക്കുക കാര്യങ്ങൾ. എന്നാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കണ കാര്യം നോക്കി നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു മൂഡിൽ കണ്ടപ്പോൾ ഞാൻ റസൂലിനോട് ചോദിച്ചെന്താ, ഉദ്ഉല്ലാഹ ലീ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം റസൂലേ എന്ന് ആയിഷ ബി പറയണം. എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കണ്ണ് നിറഞ്ഞു പോയി. ആയിഷ ബി റളിയല്ലാഹു തആല എന്നെ ചേർത്തിങ്ങോട്ട് പിടിച്ചിട്ട് പിന്നെ ആയിഷ ബി കേൾക്കെ പറഞ്ഞു, അള്ളാഹുവേ ആയിഷക്ക് പുറത്തു കൊടുക്കുക പടച്ചോനെ, രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായി ചെയ്തതൊക്കെ പുറത്തു കൊടുക്കുക പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താ പറയണത്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരോട്? ഭർത്താവിനോട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പോരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനൊക്കെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായി, അപ്പം നമ്മളെ പ്രയാസങ്ങളൊക്കെ നമ്മൾ ഭാര്യനോട് പറയും. എല്ലാ പ്രയാസങ്ങളും ഭാര്യനോട് ഷെയർ ചെയ്യും. പ്രയാസങ്ങളുടെ സന്തോഷം ഉണ്ടെങ്കിലൊക്കെ പറയും. പക്ഷേ നിങ്ങൾ നമ്മളെ സ്വന്തം ഹൃദയത്തോട് കൈവച്ച് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താ അറിയോ? ഇന്നേ വരെ നമ്മളെ ഭാര്യനോട് പിന്നെ ഈ ഒന്ന് ദ്വാരക്കെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളോട് നമ്മളെ ഭാര്യ അങ്ങോട്ട് പറയാം. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബിനോട് പറഞ്ഞ പോലെ പിന്നെ ഭാര്യ പറയും, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ സാധാരണ പറയാം? നമ്മൾ ഭാര്യമാർ പെണ്ണുങ്ങളെ സദസ്സിലാണെങ്കിൽ ദ്വാരക്കാൻ പറയാൻ പറ്റിയൊരു സാധനം ദ്വാരക്കാൻ പറയാൻ പറ്റിയൊരു സാധനം എന്നായിരിക്കും ആരെപ്പറ്റി? ഭർത്താവിനെ പറ്റി ഭാര്യൻ്റെ കമൻറ്റ്. ഇത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് ചോദിച്ചാൽ, ഇസ്ലാമികമായി നമ്മൾ കാണുന്നത് ശരിക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഒരു കുടുംബം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ഒരു നമ്മളെ വീടൊക്കെ അങ്ങനെ രൂപത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് മക്കൾ ഇറങ്ങിപ്പോകും, നമ്മളെ മക്കൾ പറയപ്പ ഞാൻ പരീക്ഷ എഴുതാൻ പോകണമ്മ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് പോണ മക്കൾ ഉണ്ടെങ്കിൽ
ഒരു ഉമ്മനോട് വാപ്പനോട് പറഞ്ഞു വിടാൻ മക്കളുണ്ടെങ്കിൽ ആ പൈസ മുതലല്ല, എത്ര ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചാലും ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ ഒരു വാക്ക് പോരെ. ഉമ്മ ദ്വാരക്കിട്ട ഞാൻ പരീക്ഷ എഴുതാൻ പോവാണ്, എനിക്ക് പഠിച്ചതൊക്കെ പിന്നെ പലതും പഠിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർമ്മ അങ്ങനെ വരണം, അതിന് ഉമ്മ ദ്വാരക്ക് എന്ന് പറഞ്ഞ് പോണ മക്കൾ കുറച്ച് പഠിച്ചാൽ മതിയാവും. കാരണം മാതാപിതാക്കളെ ദുആ എന്ന് പറഞ്ഞാൽ അതിനിടയിൽ മറല്ല, ഹിജാബില്ല. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 6 പ്രാർത്ഥന ഹറാമാ. അറിയില്ലേ? 6 പ്രാർത്ഥന ഹറാമാ. 6 പ്രാർത്ഥന ഹറാമാ, പ്രാർത്ഥിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതിൽ ഒന്നെന്താ അറിയോ? മാതാപിതാക്കൾ മക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കൽ ഹറാമാണ്. ഓ മുടിഞ്ഞു പോട്ടെ, ഓള് തൊലഞ്ഞു പോട്ടെ എന്നൊക്കെ മാതാപിതാക്കൾ എത്ര മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശരി, മക്കൾ എത്ര വാപ്പാൻ്റെ ഉമ്മാൻ്റെയും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും മാതാപിതാക്കൾ മക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. വേലക്കാർക്കെതിരിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. ഹദീസിൻ്റെ അങ്ങനെ 6 തരം പ്രാർത്ഥന ഹറാമാണ്, അതിൽപ്പെട്ട ഒന്നാണ് മക്കൾക്കെതിരിൽ മാതാപിതാക്കൾ. അപ്പം അനുകൂലമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സലാം പറഞ്ഞു പോകുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നു. ഇന്നത്തെ ഏറ്റവും വലിയ സമ്പാദ്യം, ഇന്നത്തെ ഏറ്റവും കറുപ്പങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഓരോ കോളേജ് ക്യാമ്പസുകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ പിന്നെ പ്രൊഫഷണൽ കോളേജുകളൊക്കെ നാട്ടിൽ തുറന്നെടുത്ത് റീസെയ്യുന്ന കാര്യങ്ങൾ വല്ല കഥയുണ്ടാകും. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ തുറന്നിട്ട് ഒരു ജോലി ആഗ്രഹിച്ചുകൊണ്ട് പഠിക്കുന്ന ഉന്നത പഠനമാണ്, ഒരു ഭാവി ലക്ഷ്യം കണ്ടുകൊണ്ട് പഠിക്കുന്ന പഠനമാണ്. തുറന്നിട്ട് പ്രവർത്തിച്ചിട്ട് ദിവസങ്ങളായി, മാസം ആയി പ്രവർത്തിച്ചിട്ട്, എന്നും സമര. ഓരോ കോളേജുകൾ നടക്കുന്ന കാര്യങ്ങൾ. അതിലപ്പുറം നമ്മളെ കുട്ടികൾ പോകുന്ന ക്യാമ്പസ്, അതിനെ പറ്റിയിട്ട് സ്റ്റേറ്റിന് പുറത്ത്, നമ്മളെ സ്റ്റേറ്റിന് പുറത്തും വിദേശത്തൊക്കെ പഠിക്കുന്ന കുട്ടികൾ ആർക്കാ ധൈര്യസമയത്ത് ഒരു വാപ്പാക്കും ഉമ്മാക്കി ലക്ഷങ്ങൾ മുടക്കി പഠിപ്പിക്കുകയാണ്. എന്നിട്ട് മനസ്സിന് സമാധാനമുണ്ട്. ഇപ്പോൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചില്ലേ, പിന്നാലെ ഓടി പിടിച്ചു വെച്ചിട്ട് പെട്രോൾ ഇതിനെ കത്തിക്കുക. എന്നിട്ട് വാർത്ത പേപ്പറിൽ വന്നപ്പോൾ നമ്മൾ വായിച്ച ആ മാതാവിന് മുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, പെൺകുട്ടിൻ്റെ മുഖം കാണാൻ വേണ്ടിയിട്ട് കരഞ്ഞാവശ്യപ്പെട്ടിട്ട്, ഇന്നലത്തെ മാതൃഭൂമിയിൽ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വന്ന വലിയൊരു പെട്ടിക്കോളത്തിൽ വന്ന വാർത്ത. മുഖം കാണാൻ വേണ്ടിയിട്ട് ആ മാതാവ് കരഞ്ഞിട്ട് ഇവർ പറഞ്ഞു എനിക്ക് കാണിച്ചിരാന്ന് പറഞ്ഞ് നിർത്തി ബന്ധുക്കൾ കർമ്മം അന്ത്യകർമ്മത്തിന് വേണ്ടി ബോഡി എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് വേണ്ടി എടുക്കുന്ന സമയത്തും ഇവർ കാണിക്കാതിരുന്നപ്പോൾ ഈ മാതാവ് പ്രശ്നമുണ്ടാക്കി, ഒച്ചുണ്ടാക്കി. അവസാനം ഇവർ കൊണ്ടുപോയിട്ട് കാലിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ആ മൂടിയ തുണി പൊന്തിച്ചിട്ട് കാലിൻ്റെ പാദം, അപ്പോൾ പൊള്ളാത്ത കരിയാത്തത് വലത്തെ കാലിൻ്റെ പാദം മാത്രമേ ഉള്ളൂ കരിയാത്തത്, ബാക്കി മുഴുവൻ കരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഹെഡിങ് തന്നെ, പത്രത്തിൽ ഹെഡിങ് തന്നെ മുഖം കാണാൻ കൊതിച്ചു കാലിൽ വീണ് വണങ്ങി എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഹെഡിങ് തന്നെ, റിപ്പോർട്ട് തന്നെ. അപ്പം ഇതാണ് നമ്മുടെ ലോകം, മനസ്സിലല്ലേ? അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന ഭാര്യ ഭർത്താവ്, പരസ്പരം അങ്ങോട്ടും മക്കൾ, അല്ല കരഞ്ഞതും വിഷമിച്ചതും പ്രയാസപ്പെട്ടതും ഒക്കെ ദീനിൻ്റെ വിഷയത്തിലാവുക. ഒരു പെണ്ണിൻ്റെ, ഒരു ഈമാനുള്ള പെണ്ണിൻ്റെ സങ്കടം എന്താണ്? ഭർത്താവ് ഇടക്കിടക്കൊക്കെ സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ പോകണില്ല, കിടക്കുകയാണ്. അപ്പം ഭർത്താവിനോട് പറയാം, ഭർത്താവിനോടുള്ള ആവലാതി, സങ്കടം, നിങ്ങൾ ജമാഅത്തിന് പോകണം, എന്താണ് നിങ്ങൾ ഇടയ്ക്ക് ജമാഅത്തിന് പോവാത്തത്? ഭാര്യൻ്റെ വിഷയത്തിൽ, ഭാര്യ ഇസ്ലാമിക വേഷമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും അത്ര ഒരു സൂക്ഷ്മത പോരാ. അപ്പോൾ ഭർത്താവ് നല്ല നിലക്ക് പറഞ്ഞ് സങ്കടപ്പെടുന്നത് ഈ ശരിക്ക് പുറത്തു പോകുമ്പോൾ ഇസ്ലാമിക വേഷം വേണം, അമർത്തന എപ്പോഴെങ്കിലുമൊക്കെ നിസ്കാരമാണ്, അതൊന്നുമല്ല, ഇത് കൃത്യമായിട്ടൊന്ന് നിസ്കരിക്കും. വേറെ പണികൾ കുറേ ബാക്കിയുണ്ടായാലും ശരി, ഒന്ന് നിസ്കാരം ഒന്ന് കൃത്യമായി നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ടൊന്ന് കണ്ണ് നിറക്കുക. ഇങ്ങനെയുള്ള ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ, നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കണ്ടേ, മരിച്ചു പോകണ്ടേ, അവസാനം എൻ്റെ മയ്യത്ത് ഈ കുളിപ്പിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കും, കഫൻ ചെയ്തിട്ട് നെറ്റിയിൽ അവസാനം മുത്തം നിന്ന് സലാം പറയുമ്പോൾ, അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് നമ്മൾ ദുനിയാവിനോട് പിരിയുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ലോകത്ത് ഒരുമിക്കണ്ടേ, ഇത്രയും കാല സുഖങ്ങളും ദുഃഖങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മൾ ജീവിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് നമ്മളെ ഒരു ചുറ്റുപാട്, വീടിൻ്റെ ചുറ്റുപാട് വരാൻ സാധിച്ചാൽ അൽഹംദുലില്ലാഹ് റാഹത്താണ്. ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ക്ലാസ്സിന് വരുമ്പോൾ ഇവിടെ കുടുംബമായിട്ട് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഭാര്യയും മക്കളും കുടുംബത്തെ കൊണ്ടുവരണം. നിർബന്ധം വാശി, ആ കാര്യത്തിൽ വാശി പിടിക്കണം. നേരത്തെ ഒരുങ്ങാൻ പറയാം. ഇന്ന് ക്ലാസ് ഉണ്ട്, ക്ലാസ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, നേരത്തെ ഒരുങ്ങാൻ, നമുക്ക് പോകണം.
അങ്ങനെ കുടുംബത്തോടൊപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരണം. അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് എന്ത് ചെയ്യും, ആ പഠിച്ച ആയത്ത് അങ്ങോട്ട് ഒന്ന് 2 മിനിറ്റ് ഇരുന്നിട്ട് ചിലപ്പോൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റൂല. കാരണം അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഇന്നേ വരെ അങ്ങനെ ഒരു ദീനിൻ്റെ കാര്യം വരും പോകും നിസ്കരിക്കും ഇതാകും കണ്ട് എന്നാലും നിസ്കരിച്ചെന്നൊക്കെ എന്നാലും ഇങ്ങനെ ഒരുമിച്ച് ഇരുന്നിട്ട് ദീനിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക വർത്താനം പറയാം, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരട്ടെ. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം സുഖവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും. അതാണ് ആവശ്യം. ശരി, അപ്പം ആയത്ത് നമ്മൾ പഠിച്ച് അങ്ങനെ ഓതുന്ന കുറേ ആളുകളത് കൂടുതൽ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ശരി ഓതട്ടെ. ഖലഖകും മിൻ നഫ്സിൻ ثم جعل منها زوجها وأنزل لكم من الأنعام ഒന്നുകൂടിയാ خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام ഒന്നുകൂടിയാ خلقكم من نفس واحدة കാണാനല്ലോ ഓതിയത് അല്ലേ? ഒന്നും കൂടി ശരിയാവാണ്ട്, കുറച്ചും കൂടി ഒരു 2 മിനിറ്റ് ഒന്ന് ശബ്ദമില്ലാതെ ഒന്ന് ഓതി, ശബ്ദമില്ലാതെ ഒന്ന് മനസ്സിലൊന്ന് ഓതി നോക്കുക. എന്നിട്ട് കിട്ടാത്ത ഇവിടെ നോക്കിയിട്ടൊന്ന് അവിടെ ഒന്നും കൂടി ഉറപ്പ് വരുത്തുക. ഒരുമിച്ച് ഓതട്ടെ. ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ ثم جعل منها زوجها وأنزل لكم من الأنعام. ശരി, ഇനി നോക്കുക, ബോർഡിൽ ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ആയത്തിൻ്റെ അർത്ഥമൊക്കെ ഒരുമിച്ച് എഴുതിയതല്ലേ? ഒരുമിച്ച് എഴുതിയിരുന്നോ? അർത്ഥമൊക്കെ ഒരുമിച്ച് എഴുതിയില്ലേ? എഴുതണല്ലോ അല്ലേ? എഴുതിയില്ലേ? ശരി, അപ്പോൾ ബോർഡ് ശ്രദ്ധിക്കുക. ബോർഡ് ഞാൻ പറയുമ്പോൾ മാത്രം എഴുതിയാൽ മതി. ഖലഖ സൃഷ്ടിച്ചു, ഖലഖ സൃഷ്ടിച്ചു. ഖലഖ യഖ്ലുഖ്, യഖ്ലുഖു എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കും, സൃഷ്ടിക്കുന്നു. ഇത് നമ്മൾ ഖലഖ എന്നുള്ള വാക്കത്തിന് മുന്നിലായത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ടോ? എവിടെ വന്ന്? ഖലഖ സമാവാതി പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് പറയണില്ല. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു, പിന്നെ ബാക്കി കും എന്നാണ്. കും, കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. കും എന്നത് അൻതും എന്ന ലമീറിൻ്റെ മുത്തസിലയായ രൂപമാണ്. അതായത് അതൊന്ന് പറയാം, ശ്രദ്ധിക്കാം. മായ്ക്കാൻ കഴിയാത്തൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഞാനിവിടെ അടിയിൽ ചെയ്ത മുകളിലേക്ക് അല്ല, ഇവിടെ നോക്ക ഇവിടെ നോക്കി. ഹുവ, ഇവിടെ നോക്കുക. ഹുവ, ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അറബി ഞാനൊന്ന് പറഞ്ഞു പോണേ ഉള്ളൂ. കാരണം നമ്മൾ ഈ ക്ലാസ്സിൽ ഗ്രാമർ തീരെ പറയാതിരിക്കാനും വയ്യ. ഞായറാഴ്ച ദിവസം ഇവിടെ പിന്നെ എത്ര മണിക്കാണ്? 7 മണി മുതൽ നമ്മളെ ഷെരീഫ് മൗലവിൻ്റെ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അറബി ഭാഷ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ക്ലാസ് പരമാവധി ആൾക്കാർ ഉപയോഗപ്പെടുത്തണം. അറബി ഭാഷ പഠിക്കൽ, പിന്നെ ഒരു മുസ്ലിമിനെ അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണോ അതല്ല പിന്നെ നിർബന്ധം ഇല്ലാത്ത കാര്യമാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? വെറുതെ നിർബന്ധം എന്ന് പറയരുത്. ഏതായാലും നിർബന്ധം ഇല്ലാത്ത കാര്യം ഔലായി വിചാരിച്ച് പറയരുത്. മനസ്സിലാക്കിയിട്ട് പറയണം, മനസ്സ് തട്ടി പറയണം. നിർബന്ധം എന്ന് പറയുമ്പോൾ അതിനൊരുപാട് തലങ്ങളും അർത്ഥങ്ങളും ഉണ്ട്. നിർബന്ധം എന്ന് പറയുമ്പോൾ അതിന് കുറേ തലങ്ങൾ. നിസ്കാരം നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ അതിന് കുറേ തലങ്ങളും അർത്ഥങ്ങളും ഉണ്ട്. അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണോ? അല്ലേ? നിർബന്ധമാണ് അല്ലേ? എന്താ കാരണം?
ഖുർആന്റെ ഭാഷയാണ്. പിന്നെ ഇബാദത്തിന്റെ ഭാഷയാണ്. ഇബാദത്തിന്റെ ഭാഷ ഏതാണ്? അറബിയാണ്. അത് ഏത് നാട്ടുകാരന് ഇംഗ്ലീഷുകാരൻ നിസ്കരിക്കുകയാണെങ്കിലും അള്ളാഹു അക്ബർ എന്ന് തന്നെ പറയണ്ട് അല്ലേ? മലയാളമാണെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറയണ്ട്. അള്ളാഹു വലിയവനാകുന്നു എന്ന് പറഞ്ഞാൽ കയ്യിട്ട് നിസ്കാരം ശരിയാകുമോ? ഇല്ല. ഇബാദത്തിന്റെ ഭാഷയാണെന്ത്? അറബി. അപ്പം അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണ്. ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ വെറും എഴുതാനും വായിക്കാനും പഠിക്കുക എന്നുള്ളതല്ല. ഒരു ഭാഷാ പഠനത്തിന് ചില അഗ്റാളുകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. അതിൻ്റെ പ്രഥമമായ കാര്യമാണ് പിന്നെ ഖിറാഅത്തും ഫഹ്മുമൊക്കെ. കുറച്ചുകൂടി അപ്പുറത്തേക്കാണ് ഇദ്റാക്കും താബീറും. ഫഹ്മും ഇദ്റാക്കും താബീറും. താബീർ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു ഇബാറത്ത്, ഒരു സെൻറ്റൻസ് പറയാനും മനസ്സിലാക്കാനും കഴിയണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ആ ഭാഷ അറിയുള്ളൂ. ഒരു ഭാഷ അറിയുമെന്ന് പറയണമെങ്കിൽ താബീറിലേക്ക് എത്തണം. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഭാഷ പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഷെരീഫ് മൗലവിൻ്റെ ഞായറാഴ്ചത്തെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്നുകൂടി പരമാവധി ആൾക്കാർ അതിൽ പങ്കാളികളാകുക. പിന്നെ അത് പഠിച്ചാൽ നമുക്ക് ഈ ക്ലാസ് കുറച്ചും കൂടി എളുപ്പമാവും ചെയ്യും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ശരി. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ്. ബോർഡ് ശ്രദ്ധിക്കട്ടാ. ഇതിൻ്റെ ഷോർട്ടാണ് ഹു എന്നുള്ളത്. ഹുവ എന്നതിൻ്റെ ഇത് പിന്നെ മുൻഫസിൽ എന്ന് പറയും. അതായത് ഒറ്റയ്ക്ക് വരുന്ന ഒരു ലമീറാണ്. ഇത് മുത്തസിൽ, ഒരു വാക്കിൻ്റെ കൂടെ. അവൻ ഹുവ ദാഹിബുൻ, അവൻ പോകുന്നവനാണ് ട്ടാ, അവൻ പോകുന്നവനാണ്. ഈ ഹുവ അവിടെ വേറെ വന്നു. ഇനി അവൻ്റെ പുസ്തകം, പുസ്തകത്തിന് എന്താ പറയാ? കിതാബുൻ. അവൻ എന്നുള്ളിനോ ഹുവ. അപ്പൊ കിതാബുൻ ഹുവ എന്ന് പറയില്ല. കിതാബുൻ ഹുവ എന്ന് പറയില്ല. എന്താ പറയുള്ളൂ? ഇതിന്റെ ഷോർട്ടാ പറയേണ്ടത്. എന്താ പറയേണ്ടത്? കിതാബുഹു എന്നാ പറയേണ്ടത്. കണ്ടാ, കിതാബുഹു എന്നാണ് പറയാ. മനസ്സിലായി പറഞ്ഞത്? ഇനി ഹുവ ഹുമാ, രണ്ടുപേര്. ഹും എന്ന് പറഞ്ഞാൽ അവർ. അപ്പൊ കിതാബുഹുമാ രണ്ടാളെ പുസ്തകം, കിതാബുഹും അവരുടെ പുസ്തകം. ഇനി അൻത എന്ന് പറഞ്ഞ നീ. എന്താണ്? അൻത നീ. അൻത റജുലുൻ, നീ ഒരു പുരുഷനാണ്, നീ ഒരു വ്യക്തിയാണ്. അൻത. ഇനി നിന്റെ പുസ്തകം. കിതാബു അൻത എന്ന് പറയില്ല. പിന്നെന്താ പറയാ? കിതാബു ക എന്നേ പറയുള്ളൂ. കിതാബു ക എന്നേ പറയുള്ളൂ. അൻത എന്നതിൻ്റെ ഷോർട്ടാണ് എന്ത്? ക എന്നുള്ളത്. ടാ, അൻത. അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന. അതൊക്കെ ചേർത്ത് ലമീർ ഒരു വാക്കിൻ്റെ കൂടെ വരുമ്പോൾ അതിൻ്റെ ഷോർട്ടായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ കും എന്നാണ് വന്നത്. ഖലക്ക കും. കും എന്ന് പറഞ്ഞാൽ അൻതും. അൻത, അൻതുമ, അൻതും. ഈ അൻതും എന്നതിൻ്റെ ഇതൊരു ഒറ്റയ്ക്ക് വരുമ്പോൾ അൻതും പറയും. ഒരു വാക്കിനോട് ചേർന്ന് വരികയാണെങ്കിൽ, മനസ്സിലായി പറഞ്ഞത്? നിങ്ങളുടെ പുസ്തകം. കിതാബു അൻതും എന്ന് പറയില്ല. പിന്നെന്താ പറയാ? കിതാബു കും, കിതാബുക്കും എന്നാ പറയാ. ഈ കും ആണ് ഇവിടെ ഉള്ളത്. കണ്ടാ, ഇതാണ് ഖലക്കും. അൻതും എന്നതിൻ്റെ ഷോർട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ് കും എന്നുള്ളത്. അതൊരു പദത്തിൻ്റെ കൂടെ ചേർന്ന് വരുമ്പോൾ. അറബി ഭാഷയിൽ മുത്തസിലയായ ലമീർ, മറ്റേത് മുൻഫസില എന്ന് പറയും, ഇത് മുത്തസില എന്ന് പറയും. അപ്പോൾ പദങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം അത് ഈ രൂപത്തിൽ മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ. ശരി. അപ്പോൾ ഖലക്കും, നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. ഖലക്കും, നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. മിൻ നഫ്സിൻ, ഒരു ദേഹത്തിൽ നിന്ന്. മിൻ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന്. നഫ്സ് എന്ന് പറഞ്ഞാൽ ദേഹം അല്ലെങ്കിൽ ആത്മാവ്, ഇതൊക്കെ പറയും നഫ്സ്. വാഹിദത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന്. നഫ്സ് എന്ന വാക്ക് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് വാഹിദത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ വാഹിദുന്നെ പറയുള്ളൂ. നഫ്സി വാഹിദ. ഒരു ആത്മാവിൽ നിന്നും നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. ഒരു ആത്മാവിൽ നിന്നും നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. അത് ആദം നബിയാണ്. നഫ്സും വാഹിദ പറഞ്ഞാൽ ആദം നബിയാണ്. പിന്നെ സുമ്മ, പിന്നീട്. എൻ്റെ കൂടെ വരുന്നുണ്ടോ? അതോ മനസ്സ് മാറിയോ? ഇല്ലല്ലോ. സുമ്മ, പിന്നീട്. ജഅല, അവൻ ഉണ്ടാക്കി.
ജഅല എന്ന് പറഞ്ഞാൽ ആക്കി, ഉണ്ടാക്കി. മിൻഹ അതിൽ നിന്ന്, മിൻഹ മിൻറയിൽ നിന്ന്, ഹാ എന്ന് പറഞ്ഞാൽ അത്. കണ്ട, ഹാ എന്ന് പറഞ്ഞത് ഹുവ എന്നതിൻ്റെ സ്ത്രീലിംഗം ഹിയ എന്നാണ്. ഹുവ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ഹിയ എന്നാണ്. ഈ ഹിയ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഹുവ ഹു എന്നാണ്, ഹിയ എന്നുള്ളത് ഹാ എന്നാണ്. ഹുവ ഷോർട്ട് ഹു, ഹിയൻ്റെത് ഹാ എന്നാണ്. അതാണ് ഇത് ഇവിടെ സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് മിൻഹ എന്ന് പറഞ്ഞത്. കണ്ടോ, അതിൽ നിന്നും അവൻ ഉണ്ടാക്കി സൗജഹ അതിൻ്റെ ഇണയെ, സൗജഹ അതിൻ്റെ ഇണയെ, അതിൻ്റെ ഇണയെ സൗജത്തുഹ എന്നാണ്. പക്ഷെ ഇവിടെ ഈ താ ഉണ്ടാകാൻ പാടില്ല, അറബി ഭാഷയുടെ നിയമത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സൗജഹ എന്ന് പറഞ്ഞത്. ഇണ പെണ്ണായതുകൊണ്ട് പെണ്ണിണക്ക് എന്താ പറയാ? പെണ്ണിണക്ക് എന്താ പറയാ? സൗജത്താ പറയാ അല്ലേ? ഇവിടെ സൗജഹ എന്നാ പറഞ്ഞത്. ഇത് നഫ്സും വാഹിദ ആദം നബിയാണ്, അതിൽ നിന്നല്ല പിന്നെ അണനുണ്ടാക്കണത്. അപ്പം ഇണ എന്നതിന് ഇവിടെ സൗജാണ് പറഞ്ഞത്. സൗജ് ആണാണ്, സൗജത്ത് പെണ്ണാണ്. സൗജത്ത